നോക്കിയാണോ നടക്കുന്നേ? കണ്ണുണ്ടൂടെ തനിക്ക്? കൈ പോയിന്നാ തോന്നുന്നു. അല്ല, താനാരാ? താനെന്താ എന്റെ വീട്ടില്? അത് ശരി, ഇത് ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത്? ഞാനല്ല, താനാണ് ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് ഓടി വന്ന് എന്നെ ഇടിച്ചിട്ടത്. എന്നിട്ട് ഒരു സോറി പോലും പറയാണ്ട് ഇയാൾ എന്നോട് ചാടി കടിക്കുവാണല്ലോ. ആഹാ, ഇതിലെ ഇഷ്ടമുള്ളിടത്ത് കൂടി ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് ഞാൻ ഓടിച്ചാടി നടക്കും. അത് ചോദിക്കാൻ താനാരാ? പിന്നെ ആരും കാണാൻ എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയിട്ട് താൻ എന്നോട് തർക്കിക്കുന്നു. സത്യം പറ, താൻ ഇവിടെ കക്കം കയറിയതല്ലേ? ഞാൻ ഇപ്പൊ എല്ലാരെയും വിളിച്ചു കൂട്ടും. ആ അതെടി, ഞാൻ നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിട്ട് ഇവിടെ അതിക്രമിച്ച് കയറിയതാ. നീ വേഗം തന്നെ എല്ലാരെയും വിളിച്ചു കൂട്ട്. എടി പൊടിനൊക്കെ നീ തന്നെ മറ്റവളെ പോയി വിളിച്ചാ മതി. പിന്നെ എന്നെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്നാതൊന്ന് കാണണല്ലോ. ധൈര്യം ഉണ്ട് നീ എന്നെ തട്ടിക്കൊണ്ടുപോടാ. എന്താ അവിടെ ഒരു ബഹളം? അതും പരിചയമുള്ള രണ്ട് സൗണ്ട്. നീ പോടാ പട്ടി. പട്ടി നിന്റെ മെച്ചവനാടി താടകെ. എന്താ നീ എന്നെ വിളിച്ചത്? താടകയെന്നോ? എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ എന്നെ താടകയെന്ന് വിളിച്ചത്? ആ അതെ, താടകേനെ തന്നെ ഞാൻ ഇനി വിളിക്കും, കേൾക്കണോ? താടക താടക താടക. താടക നിന്റെ മെച്ചവനാടാ കള്ള. എന്റെ ദൈവം തമ്പുരാനേ, കരിമൂർഖനെയാണല്ലോ ഇവൻ കയറി ചവിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ചെന്ന കയ്യോടെ അവനെ രക്ഷപ്പെടുത്താം. ഓ, രണ്ടുമൂന്ന് നിർത്തുവോ? എന്തിനാ നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ കിടന്ന് അടി ഉണ്ടാക്കുന്നേ? മോനെ, അയ്യോ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? മനുവേട്ട ഈ കള്ളൻ. അല്ല, മനുവേട്ടൻ ഇയാളെ അറിയോ? കള്ളനോ? ഒറ്റ. ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അയാൻ മഹാദേവ്. ഇവൻ എന്റെ ഇവിടെ വെക്കേഷന് നാട്ടിൽ വന്നതാ. ഇനി കുറച്ച് നാൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അല്ല, എന്തിനാ നിങ്ങൾ രണ്ട് ഇവിടെ കിടന്ന് അടി കൂടിയേ? ഓ, അതൊന്നുമില്ല. ഇനി അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ നീ എന്നിക്കുന്ന ബസ് ഫ്രണ്ടിന്റെ അടുത്തൊന്ന് ചോദിക്കും. ഞാൻ പോകുക. എന്റെ അമ്മ, എന്തൊരു ചാടിയ സാധനത്തിന്! കണ്ടാൽ എന്തൊരു സുന്ദരി! എന്നാ വാ തുറന്നാലോ? അളിയ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അല്ല, നീ എന്താ അവളെ ചെയ്തേ? ഒന്ന് പോടാ കോപ്പെ. അവൾ ഓടി വന്നപ്പോഴേക്കും ശ്രദ്ധിക്കാണ്ട് വന്ന് എന്നെ മുട്ടി. വീഴാൻ പോയപ്പോഴേക്കും ഒന്ന് പിടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇവിടെ എന്താ നടന്നതെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെയില്ല അത് ഞാൻ നിന്നോട് ഇനി വർണ്ണിക്കാൻ നിൽക്കുന്നത്. ആ, അവള് നിന്നെ വെറുതെ വിട്ടത് നിന്റെ ഭാഗ്യം. അവള് മൂർഖം പാമ്പാടാ, മൂർഖം പാമ്പ്. അവള് മൂർഖൻ പാമ്പാണെങ്കിലേ ഞാൻ കരിമൂർഖനാണ്, കരിമൂർഖൻ. ആ പിന്നെ നിന്റെ അനിയത്തല്ലേ, അങ്ങനെയൊക്കെ തന്നെ വരും. എന്നാ ശരി, കരിമൂർഖം വാ. മോനെ സത്യ, മനുവിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? എങ്കിൽ പിന്നെ മനുവിന്റെയും മാനസമോളുടെയും കല്യാണം നമുക്കൊന്ന് നിശ്ചയിച്ചാലോ? സത്യം പറഞ്ഞാൽ ഞാനിത് അച്ഛനോട് അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. നമുക്ക് അവരുടെ മോതിരമാറ്റം അങ്ങ് നടത്തി വെക്കാം. എന്നിട്ട് അവൻ നമ്മുടെ കമ്പനിയിൽ അതും ജോയിൻ ചെയ്യട്ടെ. ഒരു 3 മാസം കഴിഞ്ഞ് അവരുടെ കല്യാണം എന്നിട്ട് നടത്താമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എങ്കിൽ ഇതിനെപ്പറ്റി നമുക്ക് എല്ലാവരോടും നാളെ സംസാരിക്കാം. സമയത്രയല്ലേ? നീ പോയി കിടന്നു. ഹലോ മിസ്റ്റർ അയാൻ മഹാദേവ്, നീ ഇപ്പോഴും ദിവാസ്വപ്നം കണ്ടോണ്ടേ കിടക്കുവാണോ? അല്ല, എന്ത് സ്വപ്നമാ കാണുന്നേ? ഞാനും കൂടി ഒന്ന് കേക്കട്ടെ. ആ അത് പിന്നെ ഞാൻ തന്നെ കുഴിയിലേക്ക് എടുക്കുന്ന അതിമനോഹരമായ കാഴ്ചയും കണ്ടിങ്ങനെ കിടക്കുമായിരുന്നു. തമാശയാണെങ്കിലും എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മാറി കിടക്കട പന്നി. അല്ലടാ മനു, നീ എന്റെ അടുത്ത് മാനസനെ പറ്റി മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ? അവക്ക് ഇങ്ങനെ ഒരു മൂഷാട്ട നീതിയുള്ള കാര്യം നീ എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ആ, എന്തോ എനിക്ക് നിന്റെ അടുത്ത് പറയാൻ തോന്നിയില്ല. എന്റെ അമ്മ, ഇങ്ങനെ തുറച്ചു നോക്കല്ലേടാ, നിന്റെ കണ്ണരണ്ട് ഇപ്പൊ വെളി വരും. എടാ, ഞാൻ അവളെ പറ്റി നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഓർക്കാനായിട്ടാണ്. ശരി, എനക്ക് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ ആരാണ് മാനസിയെന്നും ആരാണ് മൃദു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മംഗലത്തെ തറവാടിന്റെ 2ാമത്തെ പുത്രനാണ് ദേവൻ, എന്റെ ചെറിയച്ഛൻ. ചെറിയമ്മ ഗായത്രി. ഇവരാണ് മാനസയുടെയും മൃദുവിന്റെയും അച്ഛനും അമ്മയും. ചെറിയച്ഛന് ബിസിനസ് ആയിരുന്നു. ഞാനും മാനസയും 6 മാസത്തിന്റെ വ്യത്യാസത്തിലാണ് ജനിച്ചത്. ഞങ്ങൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് മൃദു ജനിക്കുന്നത്. അങ്ങനെ
കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഫാമിലി ആയിരുന്നു ഇത്. ഒരു ദിവസം മൃദുവിന്റെ 15ാം പിറന്നാള്. അന്ന് അവളെയും കൂട്ടി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോയതാണ് ചെറിയച്ഛനും ചെറിയമ്മയും. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കാർ ആക്സിഡന്റ്. ആ കാർ ആക്സിഡന്റിൽ അവരങ്ങ് പോയി. മൃദുവിന് കാര്യമായ പരിക്കുണ്ടായിരുന്നു. 2 ആഴ്ചയോളം അവൾ ICU തന്നെ ആയിരുന്നു. എന്തിനു പറയണം, ചെറിയച്ഛനെയും ചെറിയമ്മേനെയും അവസാനമായിട്ട് കാണാൻ കൂടിയ പാവത്തിന് പറ്റിയില്ല. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാവാം അവൾ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തു വന്നു. പക്ഷെ അവളുടെ മനസ്സിലെ മുറിവുകൾ മാത്രം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 1 വർഷത്തോളം അവൾ അതിന്റെ ഷോക്കിൽ തന്നെ ആയിരുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം കുടുംബക്ഷേത്രത്തിലേക്ക് പിന്നീട് അവൾ ഇതുവരെ പോയിട്ടേയില്ല. ചെറിയച്ഛന്റെയും ചെറിയമ്മയുടെയും മരണത്തേക്കാൾ കൂടുതൽ മാനസീനെ തളർത്തിയത് മൃദുവിന്റെ ഈ ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങളെല്ലാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരെ രണ്ടുപേരെയും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുത്തു കൊണ്ടുവന്നത്. പിന്നീട് അവരെ നോക്കിയതും വളർത്തിയതും എല്ലാം എന്റെ അച്ഛനും അമ്മയാണ്. എന്തിനു പറയണം, എന്റെ അമ്മ അവരെ നോക്കിയതുപോലെ എന്നെ നോക്കിയിട്ടുണ്ടാവില്ലായിരിക്കാം. പിന്നീട് ചെറിയച്ഛന്റെ ബിസിനസ് എന്റെ അച്ഛൻ ഏറ്റെടുത്തു. അങ്ങനെ ഇതുവരെയൊക്കെ എത്തി. മനസ്സിന്റെ പഠിത്തം കഴിഞ്ഞ് അവൾ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്തു. മൃദുവിന് ഇപ്പൊ 22 വയസ്സായി. അവൾ ഇവിടെ അടുത്തൊരു കോളേജിൽ MBA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്കും എന്നെയും മനസ്സിനെയും പോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാനാണ് ഇഷ്ടം. അവക്ക് ഈ പുറമേ കാണിക്കുന്ന ദേഷ്യവും വായെടുത്തിരിക്കുള്ളൂ. ശരിക്കും അവളൊരു പാവ. ഏടാ, ആ ആക്സിഡന്റ് അത് ശരിക്കും വെറും ഒരു കാർ ആക്സിഡന്റ് തന്നെയായിരുന്നോ? ചെറിയച്ഛന് ബിസിനസ്സിൽ കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മർഡർ ആണോ എന്നുള്ള സംശയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ കേസ് കൊടുത്തെങ്കിലും തെളിയിക്കാനായിട്ട് പറ്റിയില്ല. കാരണം വന്നിടിച്ച ലോറിയുടെ ഡ്രൈവറും ആ ഒരു ആക്സിഡന്റിൽ മരിച്ചിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊക്കെ വിട്, നീ കിടന്നിറങ്ങ്. യാത്ര ചെയ്തതിന്റെ ക്ഷീണം നിനക്കും ഉണ്ടാവുമല്ലോ. മനു, നീ എന്നാ തൊട്ടാ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അടുത്ത ആഴ്ച തന്നെ ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യാം മുത്തശ്ശ. പിന്നെ മുത്തശ്ശ, ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആയോൻ ഇവിടെ ആകെ മൊത്തം ബോറടിക്കും. അതുകൊണ്ട് അവനും നമ്മുടെ കമ്പനിയിൽ എൻ്റെ ഒപ്പം വരുന്നതുകൊണ്ട് മുത്തശ്ശൻ എന്തെങ്കിലും വിരോധമുണ്ടോ? അവനും കൂടെ നിന്റെ ഒപ്പം നമ്മുടെ കമ്പനിയിൽ വരുന്നതിൽ എനിക്കെന്ത് വിരോധമുള്ള? എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് മുത്തശ്ശ. മോനെ ആയു, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ പോലെ തന്നെയാ. അതുകൊണ്ട് താങ്ക്സ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആഹാ, ഇന്നലെ വന്ന് കേറിയതേ ഉള്ളൂ, അപ്പോഴേക്കും ഇവൻ ഇവിടുത്തെ മോനായോ? ഒന്ന് മിണ്ടാണ്ടിരി എന്റെ പെണ്ണെ. മോനെ, ഇവളെങ്ങനെയാ പലതും പറയും. നീ അതൊന്നും കാര്യാക്കണ്ട കേട്ടോ. ഏയ് ഇല്ല അമ്മേ, നിനക്കിട്ട് ഞാൻ തരാടി താടകേ. ഈ രാക്ഷസിനെ തന്നെയാണോ ഇന്നലെ ആ കുരുട്ടടക്കി പോവാണെന്ന് പറഞ്ഞേ? ആ മതി മതി, എല്ലാരോടും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അച്ഛൻ തന്നെ അതങ്ങ് പറ. മനു, നീ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ആഴ്ച നിന്റെയും മനസ്സയുടെയും കല്യാണ നിശ്ചയം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇത്ര പെട്ടെന്നോ? മുത്തശ്ശന് ഞാനിങ്ങനെ നടക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല അല്ലേ? എനിക്കൊരു കുശുമ്പുമില്ല. നീ ഇങ്ങനെ നടന്നു. കുറച്ചു ദിവസം മുമ്പ് അവക്ക് വേറൊരു ആലോചന വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം അവളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതിനോടാണ്. ഇതിന് ഞങ്ങളുടെ മാത്രം ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? അതിനാണ് ഇപ്പൊ നിങ്ങളോട് രണ്ടുപേരോടും ഇതിനെപ്പറ്റി ചോദിച്ചത്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ പറഞ്ഞു, ഞാൻ ആ പയ്യനെ കൊണ്ട് അവളെ കെട്ടിപ്പിച്ചോളാം. ഷോ, ഈ മുത്തുവിന്റെ ഒരു കാര്യം, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്റെ മുത്തു. ആ എങ്കിൽ നിനക്ക് കൊള്ളാം. എങ്കിലും അവനും മാനസികം വാക്കാൽ പറയട്ടെ. അവർക്ക് എതിർപ്പൊന്നുമില്ലാന്ന്. ഇല്ലാണ്ട് ഉറപ്പിക്കുന്നത് ശരിയല്ലല്ലോ. എന്റെ ഓർമ്മ വെച്ച നാളെ തൊട്ട് മാനസികന് എനിക്കിഷ്ടാ. അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല. മോക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല മുത്തശ്ശ, മനുവേട്ടൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എനിക്കും. എങ്കിൽ നാളെ തന്നെ ഞാൻ പോയി നമ്മുടെ ജോത്സരെ കാണാം. എന്നിട്ട് ഏറ്റവും തൊട്ടടുത്ത ഒരു ദിവസം തന്നെ നിശ്ചയത്തിന്റെ തീയതി കുറിപ്പിക്കാം.
എന്താ മനുവേട്ട? എന്ത്? ആ അതല്ലേ ഞാൻ അങ്ങോട്ട് ചോദിച്ചേ എന്താണെന്ന്. ആ എന്താണെന്നൊക്കെ ചോദിച്ചാ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സാധനം ഈ റൂമിലുണ്ട്, അതെടുക്കാൻ വന്നതാ. അതിന് മനുവേട്ടന്റെ സാധനങ്ങളൊന്നും എന്റെ റൂമിലില്ലല്ലോ. ഉണ്ടല്ലോ. എങ്കിലതെന്താണെന്ന് പറ, ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാലോ. ദേ ഇതാണ് ഈ റൂമിലുള്ള എനിക്ക് വേണ്ടപ്പെട്ട സാധനം. ഇന്നലെ ഞാൻ വന്നിട്ട് ശരിക്കും നിന്നോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അപ്പോഴേക്കും നീ ഓടിക്കളഞ്ഞല്ലേ. മുഖത്തേക്ക് നോക്ക് മനസ്സേ. ഇത്രയും നാള് ഒരു ഉമ്മ പോലും തരാൻ നീ എന്നെ സമ്മതിച്ചിട്ടില്ല. അപ്പോഴേക്ക് കല്യാണം കഴിയട്ടെ, കല്യാണം ഉറപ്പിക്കട്ടെ, അങ്ങനെ 100 എക്സ്ക്യൂസസ് നീ എൻ്റെ അടുത്ത് പറഞ്ഞു. ദാ ഇപ്പൊ നമ്മുടെ കല്യാണം ഉറപ്പിച്ചു. ഇനി നീ എന്ത് എക്സ്ക്യൂസ് പറയും? മനുവേട്ട വീട് ആരെങ്കിലും കാണും. കണ്ടാലെന്താ, എനിക്കാരെയും പേടിയില്ല. വെറുതെ തമാശ കളിക്കല്ലേ. ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? പ്രത്യേകിച്ച് മൃദു. അവള് കണ്ടാൽ അറിയാലോ, എല്ലാരോടും പോയി പറയും. ഓ, അപ്പൊ ആരെങ്കിലും കണ്ടാലാണ് നിനക്ക് പ്രശ്നം, ആരും കണ്ടില്ലെങ്കിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ? പിന്നെ മൃദു, അവക്കെന്നെ പേടിയാ, അവളാരോടൊന്നും പോയി പറയത്തൊന്നുമില്ല. അത് പിന്നെ പെട്ടുപോയില്ലേ, അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാ? ഉണ്ടായിരുന്ന എക്സ്ക്യൂസും കൂടി കുഴിച്ചു കൂടിയില്ലേ. ചേച്ചി, എന്റെ ദൈവമേ, പറഞ്ഞ നാവെടുത്തില്ല, ദേ വരുന്ന കുട്ടിപ്പിശാശ്. അല്ല മനുവേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങളെ അവൾക്ക് പേടിയാണെന്ന്. പിന്നെ മനുവേട്ടൻ എന്തിനാ പാനിക്കാവുന്നേ? ഒന്ന് പോടി പെണ്ണേ, എനിക്കെന്റെ ജീവനിൽ കൊതിയുണ്ട്. ഇവളെന്റെ കന്നിയിൽ പാറ്റയിടാൻ വേണ്ടി ഉണ്ടായതാണല്ലോ എന്റെ ദൈവമേ. നീലാകാശം പീലിവിരിക്കും പച്ചത്തിങ്ങല. മനുവേട്ടനല്ലേ ഓടണേ? ഓ ഓ അത് ശരി, ശരിയാക്കി തരാം.